ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗേറ്റ്. അപ്പോൾ ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് മുതൽ നമുക്ക് റെഗുലർ ആവാൻ ശ്രമിക്കാം. എല്ലാ ദിവസവും പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെഷൻസ് ഒരു ഗ്യാപ്പ് വന്നതിൽ ക്ഷമിക്കണം. കുറച്ച് ടെക്നിക്കൽ ആൻഡ് പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് ഗ്യാപ്പ് വന്നത്. സോ ഇന്നോട്ട് നമുക്ക് പ്രീ പോസ്റ്റ് മാർക്കറ്റ് സെഷൻസും ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. ആൻഡ് കൂടുതൽ കണ്ടന്റുകൾ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നിഫ്റ്റി ഇന്നത്തെ ഒരു പ്രൈസ് ആക്ഷൻ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇന്ന് രാവിലത്തെ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ പ്രീ മാർക്കറ്റ് സെഷനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിമാൻഡ് ഏരിയയിൽ നിന്നും മാർക്കറ്റ് ഒരു അപ്സൈഡ് പോയി ഒരു ബ്രേക്ക് ഔട്ട് ഇന്റൻഷൻ ഇപ്പോൾ നിലവിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാര്യം ഞാൻ വ്യക്തമാക്കി പറഞ്ഞുതരാം. ഇനിയുള്ള ഒരു 30 to 50 പോയിന്റ്സ് അല്ലെങ്കിൽ ഒരു 90 പോയിന്റ്സ് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ ഒരു പൂർണ്ണമായ സപ്ലൈ റേഞ്ചാണ്. ഈ റേഞ്ച് എന്ന് പറയുന്നത് മാർക്കറ്റിൽ കുറച്ച് കെയർഫുൾ ആയിട്ടിരിക്കേണ്ട സോണാണ്. ഇപ്പോൾ നമ്മൾ ഇൻട്രാഡേ ലെവൽസ് നോക്കുകയാണെങ്കിൽ 15 മിനിറ്റിൽ ഇതൊരു സപ്ലൈ സോണായിട്ട് നമുക്കിവിടെ കാണാം. ഒരു ഗ്യാപ്പ് ഡൗൺ വന്ന സോണാണ്. ആൻഡ് 3 തവണ ആ ഒരു ഗ്യാപ്പിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്ത് നമ്മുടെ ഇൻഡെക്സ് താഴോട്ട് വന്നൊരു സോണാണ്. സോ ഈ ഒരു സോണിന്റെ മുകളിലോട്ട് മാത്രമേ ഇനി മാർക്കറ്റിന് ഒരു ഹയർ മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. സോ ഇന്ന് എന്തായാലും മാർക്കറ്റ് സപ്പോർട്ട് എടുത്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമാണ്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതെന്ന് ചോദിച്ചാൽ മാർക്കറ്റ് ഈ ഒരു സോണിന്റെ പുറത്ത് വരണം. സിമ്പിൾ കാര്യമാണ്. ഇതാണ് ഒരു ടോട്ടൽ സപ്ലൈ സോൺ. ഈ ഒരു സപ്ലൈ റേഞ്ചിന്റെ പുറത്ത് മാർക്കറ്റ് വന്നാൽ മേ ബി നമുക്ക് ഹയർ സൈഡിലേക്ക് മാർക്കറ്റിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം നിഫ്റ്റിയിൽ. ഓക്കെ, ഈ ഒരു സോണിന്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്, അതായത് 25,988 അല്ലെങ്കിൽ 25,900 എന്നുള്ള സോണിന്റെ പുറത്ത് വന്നാൽ മാർക്കറ്റ് ഒരു എന്താ പറയാ, ഒരു ഹയർ ആക്ടിവിറ്റി, ഒരു ഹയർ മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. 26,000 റേഞ്ചിലേക്ക് ഒരു ഹയർ മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിന്റെ ഒരു സിമ്പിൾ കാര്യം എന്ന് പറയുന്നത്. നിഫ്റ്റിയിൽ നാളെ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ജസ്റ്റ് ആ 26,000 ബ്രേക്ക് ചെയ്ത് അപ്സൈഡ് പോകണമെന്നുള്ളതാണ്. സോ ഇപ്പോൾ നമ്മൾ ബാങ്ക് നിഫ്റ്റി പരിശോധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആണ്, ഒരു സോണിന്റെ ഉള്ളിലാണ് എന്ന് നമുക്ക് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഡിമാൻഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് ഡിമാൻഡ് എന്ന് പറയുന്നത്. 58,700 to 800 റേഞ്ചാണ് ഒരു ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത്. മാർക്കറ്റ് ആ ഡിമാൻഡ് ടാപ്പ് ചെയ്തു. ആൻഡ് സെല്ലേഴ്സിന് അഗ്രസീവ്ലി പുറത്തു പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു സോണിന്റെ പുറത്ത് പോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല. സോ ഈ ഒരു ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് കളിക്കുകയാണ്. ഇനി ഒരു ഹയർ മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഈ ഒരു ഏരിയയാണ്. മനസ്സിലായത്? ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് 59,800 നന്നായിട്ട് ബ്രേക്ക് ചെയ്താലേ എനിക്കൊരു കോൺഫിഡന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ ബാങ്ക് നിഫ്റ്റി സ്റ്റോക്സിൽ. സോ മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് ഇനിയുള്ള ദിവസങ്ങളിൽ നല്ലതായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ 58,700 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്ന് ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ അദാനി ENT, എറ്റേണൽ, ജിയോ ഫിൻ, ടാറ്റ സ്റ്റീൽ ആൻഡ് കൊട്ടാക് മഹീന്ദ്രയാണ്. ടോപ്പ് ലൂസേഴ്സിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ്, ഭാരതി എയർടെൽ, ആക്സിസ് ബാങ്ക്, ബജാജ് ഫിനാൻസ് ആൻഡ് SBI ലൈഫ് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അദാനി ENT ഒന്ന് നോക്കാം. അദാനി ENT വളരെ നല്ലൊരു സ്ട്രക്ചർ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ അദാനി ENT നമുക്ക് നോക്കാം. അപ്പം അദാനി ENT നോക്കുകയാണെങ്കിൽ അദാനി ENTയിൽ നമുക്ക് കാണാൻ സാധിക്കും അദാനി ഒരു കൺസോളിഡേഷനിൽ നിന്നും സ്റ്റോക്ക് അപ്സൈഡ് പോകാനായിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിലെ പ്രൈസ് എന്ന് പറയുന്നത് 2,277 ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇനി പ്രതീക്ഷിക്കേണ്ടത് ഈ സ്റ്റോക്കിന് ഈ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുമോ എന്നുള്ളതാണ്. ഓക്കെ, ഈ ഒരു ഡിമാൻഡ് ഹോൾഡ് ചെയ്യുമോ എന്നുള്ളതാണ് അദാനി ENTയിലെ ഹയർ മൂവ്മെന്റ്സിന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യം. അതായത് ഒരു 2,100 2,000 എന്നുള്ള റേഞ്ച് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ ഈ സ്റ്റോക്കിന് ഇനിയുള്ള ഒരു ദിവസത്തേക്ക് നമുക്ക് ഹയർ മൂവ്മെന്റ്സ് നമുക്ക് പ്രതീക്ഷിക്കാം അദാനി ENTയിൽ. അപ്പോൾ എന്താണ് ടോട്ടലി ഈ ഒരു വ്യൂവിൽ നിന്ന് ഞാൻ മാറില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ ഒരു സോൺ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്താൽ ഈ സ്റ്റോക്കിന് അപ്സൈഡ് മൊമെന്റ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സോണിന്റെ ഉള്ളിൽ നിന്നുള്ള ട്രാപ്പ് ട്രേഡിങ്ങിനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ഡൗൺ സൈഡ് വരിക, ഈ സോണിന്റെ ഡൗൺ സൈഡ് വന്ന ശേഷം ലിക്വിഡിറ്റി ഹണ്ട് കടത്തി വീണ്ടും ഈ സോണിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള പോസിബിലിറ്റിയും ഉണ്ട്. സോ എന്നെ ഇത് വാച്ചിൽ വെച്ചാൽ ഏകദേശം ഇന്ന് പോസിറ്റീവാണ്. ഒരുപാട് സ്റ്റോക്സ് ഹോൾഡിങ്ങിലാണ്. എല്ലാ സ്റ്റോക്കും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുകയാണ്. ഒന്ന് അപ്സൈഡ് പോയി ട്രേഡ് ചെയ്യട്ടെ എന്നുള്ള ഒരു രീതിയിൽ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മോസ്റ്റ്ലി എല്ലാ സ്റ്റോക്സും ഇന്ന് പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഏതർ എനർജി അങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്റ്റോക്കുകൾ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഇൻഡഫ് മാനുഫാക്ചറിങ്, ഇപ്പോൾ ഇതെല്ലാം ട്രേഡിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ഏരിയകളിൽ നിന്ന് വരുന്ന സ്റ്റോക്കുകളെല്ലാം എടുത്തിട്ടേക്കാണ്. KP ടെക്, M&M ഫിനാൻസ്, അങ്ങനെ പല സ്റ്റോക്കുകൾ ഡിമാൻഡ് ഏരിയയിൽ നിന്ന് ടാപ്പ് ചെയ്ത് അപ്സൈഡ് പോകാനായിട്ട് വെയിറ്റ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ IEX എൻ്റെ വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു ചെറിയൊരു ക്വാണ്ടിറ്റി ഇവിടെ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ് IEX. എന്തായാലും ഒരു 152 ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഒരു അപ്സൈഡ് മൂവ്മെന്റ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ഇന്നത്തെ ഒരു ടോട്ടൽ സ്കാനിങ്ങിന് ശേഷം നാളെ പ്രീ മാർക്കറ്റ് സെഷനിൽ കുറച്ചുകൂടെ നല്ല സ്റ്റോക്സ് നമുക്ക് പരിചയപ്പെടാനായിട്ടുള്ള ശ്രമം നടത്താം. ഓക്കെ, പിന്നെ Paytm നമുക്ക് പറയാം. Paytm ഒരു അറ്റംപ്റ്റ് നടത്തി 1363 ബ്രേക്ക് ചെയ്യാനുള്ള അറ്റംപ്റ്റ് നടത്തി ശേഷം ഫെയിലായി ഒന്ന് താഴെ വന്നിട്ടുണ്ട്.
ഇപ്പോൾ പേടിഎമ്മിൽ എന്താ പറയുക ഈ ഒരു സോണിൽ നിന്ന് അപ്സൈഡ് പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു നല്ല ഡിമാൻഡായിട്ട് ക്രിയേറ്റ് ആവാനുള്ള പോസിബിലിറ്റി നമുക്കിവിടെ കാണാം. സോ പേടിഎം സ്റ്റിൽ എൻ്റെ വാച്ച് ലിസ്റ്റിലുണ്ട്. ഇനി ഒരു കൂടുതൽ പൊസിഷൻസ് ആഡ് ചെയ്യണമെങ്കിൽ 1375 ബ്രേക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. വരുന്ന ദിവസങ്ങളിൽ ഈ സ്റ്റോക്സ് എല്ലാം നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, സോ താങ്ക് യു.